അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നസിലു ബിൽ മുനാസിബി. താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കാരണം അതിൽ മുഴുവനും പറയുന്നത് അക്ഷരവും എണ്ണത്തിൻ്റെ ലഫ്ലുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എണ്ണം ഹർഫിലും അക്കത്തിലൊക്കെ എഴുതുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രൂപത്തിലുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് അസാബിഉ. സാബിഉ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7ാമത്തെ അല്ലേ? 7ാമത്തെ എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഈ ഒരു റൗണ്ടിൽ നിന്നും ഒന്നിൻ്റെ നേരെ എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത് അൽ ഹാദി ആഷറ. ഹാദി ആഷറ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? 11ാമത്തെ അല്ലേ? അപ്പോൾ 11ാമത്തെ എന്ന് ആ റൗണ്ടിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. 3 സബഅത്തുൻ. സബഅത്തുൻ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? 7 അല്ലേ? ഇനി 4ാമത്തത് സലാസത അഷറ. എത്രയാണ്? 13. അപ്പോൾ റൗണ്ടിൽ നിന്നും 13 എന്ന് എടുത്തെഴുതി കൊടുക്കുക. 5ാമത്തത് ഹംസത അഷറ. എത്രയാണ്? 15. 6ാമത്തത് അത്താസിഉ. 9ാമത്തെ. അപ്പം ഈ രൂപത്തിലാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. നുക്കമ്മിലുൽ ഫറാഅ ബിൽ മുനാസിബി. അപ്പോൾ അവിടെ ഏകദേശം 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനും 3 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ശരിയായ ഓപ്ഷന് മാത്രം എടുത്ത് അവിടെ എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് അത്വാലിബാനി ഡേഷ് ദുറൂസഹുമ. അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ എന്താണ്? യദുറുസാനി എന്നാണോ അല്ലെങ്കിൽ തദുറുസാനി എന്നാണോ യദുറുസു എന്നാണോ? അപ്പോൾ യദുറുസു എന്ന് വരില്ല, അതുപോലെ തദുറുസാനി എന്നും വരില്ല. എന്താണ് വരിക? യദുറുസാനി എന്നാണ്. ത്വാലിബാനി 2 വിദ്യാർത്ഥികൾ യദുറുസാനി അവർ 2 പേരും പഠിക്കുന്നു. ദുറൂസഹുമ അവരുടെ പാഠങ്ങൾ. അപ്പോൾ അവിടെ യദുറുസാനി എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത് അൽ ബനാത്തു പെൺകുട്ടികൾ. അപ്പോൾ അവിടെ എന്താണ്? ജരീദത്ത എന്ന് പറഞ്ഞാൽ ദിനപത്രം. യക്റഊന തക്റആനി. ഇപ്പോൾ ഏതാണ് വരിക? യക്റഇന എന്നാണ് വരിക. അൽ ബനാത്തു പെൺകുട്ടികൾ, യഖ്റഇന അവർ വായിക്കുന്നു, അൽ ജരീദ എന്ത്? ദിനപത്രം. ഇനി 3ാമത്തത് അൽ ഉസ്താദു ഡേഷ് ഇലൽ മദ്റസതി. എന്താണ് അവിടെ എഴുതേണ്ടത്? അൽ ഉസ്താദ് യദ്ഹബു എന്നാണ് അല്ലേ? യദ്ഹബു പറഞ്ഞാൽ പോകും, ഇലൽ മദ്റസതി മദ്റസയിലേക്ക്. ഇനി ദഹബ സിനാനുൻ സിനാന് പോയി, ലി സിയാറത്തി എന്താണ് വേണ്ടത്? ലി സിയാറത്തിൽ ഹദീഖത്തി എന്താണ്? പൂന്തോട്ടം സന്ദർശിക്കാൻ വേണ്ടി. അപ്പോൾ ലി സിയാറത്തി എന്നാണ് അതിൽ നിന്നും എടുത്ത് എഴുതാനുള്ളത്. 5ാമത്തെ നോക്കാം. അർ റിജാലു ആൺകുട്ടികൾ ഡാഷ് ബിൽ ഖുറ ബോൾ കൊണ്ട്. അപ്പോൾ അവിടെ എന്താണ് വരിക? യലഅബൂന അവർ കളിക്കുന്നു, ബിൽ ഖുറ പന്ത് കൊണ്ട്. അർ റിജാലു ആൺകുട്ടികൾ, യലഅബൂന അവർ കളിക്കുന്നു, ബിൽ ഖുറത്തി എന്തുകൊണ്ട്? ഫുട്ബോൾ കൊണ്ട്. ഇനി 3ാമത്തെ പ്രവർത്തനം നോക്കാം. ഉക്തുബുൽ ജമ്മ എഴുതാനാണ്. അപ്പോൾ അവിടെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഹയവാനുൻ. ഹയവാനുൻ്റെ ജമ്മ് ഹയവാനാത്തുൻ. രണ്ടാമത്തത് തൊയ്റുൻ. തൊയ്റിൻ്റെ ജമ്മ് തുയൂറുൻ. 3ാമത്തത് ഹദിയഖത്തുൻ. ഹദിയഖത്തുൻ്റെ ജമ്മ് ഹദായിഖുൻ. 4ാമത്തത് ഷജറുൻ. ഷജറിൻ്റെ ജമ്മ് അഷ്ജാറുൻ. 5 ഇബ്നുൻ ജമ്മ് അബ്നാഉൻ. 6ാമത്തത് ഖഫസുൻ ജമ്മ് അഖ്ഫാസുൻ. അപ്പോൾ ഓരോ പാഠത്തിലും ജമ്മ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ടതാണ്. ഇനി 4ാമത്തെ പ്രവർത്തനം നുക്കമ്മിലുൽ ജദുവല. ഓരോ കള്ളികൾ പൂർത്തിയാക്കാനാണ്. മുഫ്രദ്, മുസന്ന, ജമ്മ്, ഏകവചനം, ബഹുവചനം, അതുപോലെ ജമ്മ് അങ്ങനെ എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മുദക്കർ ആൺകുട്ടികളെ ഒരു ഇത് പറയുന്നതാണ്. മുഹന്നസ് പറഞ്ഞാൽ സ്ത്രീലിംഗം, മുദക്കർ പുല്ലിംഗം, മുഹന്നസ് സ്ത്രീലിംഗം. നോക്കാം. യഫ്അലു അടുത്തെന്താ വരിക? യഫ്അലാനി അടുത്തെന്താ വരിക? യഫ്അലൂന. അടുത്തത് തഫ്അലു, പിന്നെന്താ വരിക? തഫ്അലാനി, പിന്നെന്താ വരിക? യഫ്അൽന എന്ന് വരും. അപ്പോൾ അത്
പഠിക്കുക. ഇനി അഞ്ചാമത്തത് നുതർജിമു, അർത്ഥം എഴുതാനാണ്. അപ്പോൾ അവിടെ 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 2 ചോദ്യങ്ങൾക്കും 2 അറബികൾക്കും അർത്ഥം എഴുതുക. ഒന്നാമത്തത് ഇൻതഹൽ ഇംതിഹാനു സനവിയു. ഇൻതഹൽ ഇംതിഹാനു സനവിയു, അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? വാർഷിക പരീക്ഷ അവസാനിച്ചു. വാർഷിക പരീക്ഷ അവസാനിച്ചു. രണ്ടാമത്തതോ ഹാമിദുൻ ത്വാലിബുൻ മാഹിറു യുഹിബ്ബു സിറാഅത. ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ യുഹിബ്ബു സിറാഅത. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഹാമിദ് കഴിവുള്ള ഒരു വിദ്യാർത്ഥിയാണ്, അവൻ കൃഷി ഇഷ്ടപ്പെടുന്നു. അപ്പം അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി ഏറ്റവും അടുത്ത പ്രവർത്തനം, ആറാമത്തെ പ്രവർത്തനം നുഅദിബു, അറബിയാക്കാനാണ്. 2 പെൺകുട്ടികൾ കളിക്കുന്നു. അത് അറബിയിൽ എങ്ങനെ വരും? അൽ ബിൻതാനി തൽഅബാനി എന്ന് വരും. രണ്ടാമത്തെ ചോദ്യം 2 ആൺകുട്ടികൾ എഴുതുന്നു. അപ്പം അതെങ്ങനെ വരും? അൽ വാലിദാനി യക്തുബാനി എന്ന് വരും. ഇനി ഏറ്റവും അവസാനത്തെ ഒരു പ്രവർത്തനം നുകമ്മിലു ബിമാ ഫിൽ ഖൗസൈനി. അപ്പോൾ ആ ഒരു ബോക്സിൽ 3 വാക്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം? അവിടെ വിട്ട ഭാഗത്ത് പൂരിപ്പിച്ച് നമ്മൾ ഫിൽ ചെയ്ത് എഴുതി കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. അവിടെ 3 ക്വസ്റ്റ്യനാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ 3 ക്വസ്റ്റ്യനും 3 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് യൗമ ഇതിൻ ഡേഷ് അഖ്ബാറഹ. അപ്പോൾ അവിടെ അവലു എന്നാണോ, അല്ലെങ്കിൽ തുഹദ്ദിസു എന്നാണോ, അല്ലെങ്കിൽ ഹംസത്തുൻ എന്നാണോ? ഏതാണ് ശരി? യൗമ ഇതിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്നാണ് വരിക. അപ്പോൾ അവിടെ തുഹദ്ദിസു എന്ന ഒരു ബോക്സിൽ നിന്നും എടുത്ത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് വ അന ഡേഷ് അൽ മുഅ്മിനീൻ. അപ്പോൾ അവിടെ എന്താണ് വരിക? വ അന അവലുൽ മുഅ്മിനീൻ. അപ്പോൾ അവിടെ ആ ബോക്സിൽ നിന്നും അവലു എന്നുള്ളതാണ് എടുത്തെഴുതി കൊടുക്കാനുള്ളത്. ഇനി ഏറ്റവും അവസാനത്തത് വയഖൂലൂന ഡേഷ് സാദിസുഹും കൽബുഹും. അപ്പോൾ എന്താണ്? വയഖൂലൂന ഹംസത്തുൻ. അപ്പോൾ അവിടെ ഹംസത്തുൻ എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. വയഖൂലൂന ഹംസത്തുൻ സാദിസുഹും കൽബുഹും എന്ന് വരും. അപ്പോൾ നല്ല രൂപത്തിൽ പഠിക്കുക. നല്ല വിജയം അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.